ഷീ ഈസ് ആൻ ആക്ടിവിസ്റ്റ് ഹു ഫൈറ്റ്സ് ഫോർ വുമൺസ് റൈറ്റ്സ്. സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി പോരാടുന്ന ഒരു പൊതുപ്രവർത്തകയാണ് അവൾ. എൻവയോൺമെൻ്റൽ ആക്ടിവിസ്റ്റ്സ് പ്രൊട്ടസ്റ്റഡ് അഗെയിൻസ്റ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. പരിസ്ഥിതി പ്രവർത്തകർ പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ പ്രതികരിച്ചു. ദ യങ് ആക്ടിവിസ്റ്റ് ഓർഗനൈസ്ഡ് എ ക്യാമ്പയിൻ ടു പ്രൊട്ടക്ട് ദ റിവർ. യുവപ്രവർത്തകൻ നദിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മെനി സ്റ്റുഡൻറ്റ് ആക്ടിവിറ്റ്സ് ജോയിൻ ദ പ്രൊട്ടസ്റ്റ്. ഒരുപാട് വിദ്യാർത്ഥി പ്രവർത്തകർ എന്ത് ചെയ്തു? പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഹി ബിക്കെയിം ആൻ ആക്ടിവിസ്റ്റ് ആഫ്റ്റർ സീയിങ് ഇൻജസ്റ്റിസ് ഇൻ സൊസൈറ്റി. സമൂഹത്തിൽ അനീതി ഉണ്ടെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അവൻ എന്ത് ചെയ്തു? ഒരു പൊതുപ്രവർത്തകനായി ആ അനീതിക്കെതിരെ പോരാടാൻ. വാക്കിംഗ് ഈസ് എ ഗുഡ് ആക്ടിവിറ്റി ഫോർ ഹെൽത്ത്. നടക്കുന്നത് ആരോഗ്യത്തിന് നല്ലൊരു കാര്യമാണ്, നല്ലൊരു പ്രവർത്തനമാണ്. ദ ടീച്ചർ പ്ലാൻഡ് എ ഫൺ ക്ലാസ് റൂം ആക്ടിവിറ്റി. ടീച്ചർ ക്ലാസ്സിൽ ഒരു രസകരമായ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി എന്ത് ചെയ്തു? പ്ലാൻ ചെയ്തു. ദ പാർക്ക് ഹാസ് മെനി ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഫോർ ചിൽഡ്രൻ. പാർക്കിൽ കുട്ടികൾക്കായിട്ട് ഒരുപാട് എന്തുണ്ട്? ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ പാർക്കിൻ്റെ പുറത്ത് തന്നെ ഒരുപാട് വ്യത്യസ്തങ്ങളായ കളികളും ഗെയിമുകളൊക്കെ ഉണ്ട്. ദ ഫിസിക്കൽ ആക്ടിവിറ്റി ഹെൽപ്സ് കീപ് ദ ബോഡി ഫിറ്റ്. ശരീരത്തിന് വ്യായാമം ചെയ്താൽ, എക്സസൈസ് ഒക്കെ ചെയ്താൽ എന്ത് ചെയ്യും? ശരീരം നല്ല ഫിറ്റായി നിൽക്കും. ഫിസിക്കൽ ആക്ടിവിറ്റി എന്ത് ചെയ്യുന്നു? ഹെൽപ്പ്, സഹായിക്കുന്നു. കീപ് ദ ബോഡി ഫിറ്റ്. ദർ വാസ് എ ലോട്ട് ഓഫ് ആക്ടിവിറ്റി ഇൻ ദ മാർക്കറ്റ് ടുഡേ. ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു, ഒരുപാട് പ്രവർത്തനങ്ങളായിരുന്നു, പല ആക്ടിവിറ്റീസും ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. നെക്സ്റ്റ്, ദ ആക്ച്വൽ പ്രൈസ് ഓഫ് ദ ഫോൺ ഈസ് ഹയർ ദാൻ ഐ എക്സ്പെക്റ്റഡ്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതലാണ് ഫോണിൻ്റെ യഥാർത്ഥ വില എന്ന് പറയുന്നത്. വി നീഡ് ടു നോ ദ ആക്ച്വൽ റീസൺ ഫോർ ദ പ്രോബ്ലം. എന്താണ് ഈ പ്രശ്നത്തിന് യഥാർത്ഥ കാരണം? അത് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു സിറ്റീസ് ഈസ് അബൌട്ട് 200 കിലോമീറ്റേഴ്സ്. ഈ രണ്ട് ടൗണിൻ്റെ ഇടയിലുള്ള യഥാർത്ഥ ദൂരം എന്ന് പറയുന്നത് 200 കിലോമീറ്ററാണ്. ദ ആക്ച്വൽ റിസൾട്ട്സ് വിൽ ബി അനൗൺസ്ഡ് ടുമാറോ. യഥാർത്ഥ ഫലങ്ങൾ നാളെ പ്രഖ്യാപിക്കുന്നതാണ്, അല്ലെങ്കിൽ നാളെ പ്രഖ്യാപിക്കും. ഹിസ് ആക്ച്വൽ നെയിം ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഹിസ് നിക്ക് നെയിം. അവൻ്റെ യഥാർത്ഥ പേര് അവൻ്റെ വിളിപ്പേരിൽ നിന്ന് വ്യത്യസ്തമാണ്. യഥാർത്ഥ പേര് വേറെയാണ്. ആക്ച്വലി ഐ വാണ്ടഡ് ടു കാൾ യു യെസ്റ്റർഡേ. ശരിക്കും എനിക്ക് ഇന്നലെ നിന്നെ വിളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ നിന്നെ വിളിക്കണമെന്ന് വിചാരിച്ചു. ഷീ ലുക്സ് യങ് ബട്ട് ഷീ ഈസ് ആക്ച്വലി 40 years old. അവൾ കാണാനൊക്കെ നല്ല ചെറുപ്പമാണ്, പക്ഷേ ശരിക്കും അവൾക്ക് 40 വയസ്സായിട്ടുണ്ട്. ഐ തോട്ട് ദ എക്സാം വാസ് ഡിഫിക്കൽട്ട് ബട്ട് ഇറ്റ് വാസ് ആക്ച്വലി ഈസി. ഞാൻ വിചാരിച്ചു പരീക്ഷ ഭയങ്കര ടഫായിരിക്കുമെന്ന്, പക്ഷെ അത് യഥാർത്ഥത്തിൽ വളരെ ഈസി ആയിരുന്നു പരീക്ഷ. ഹി ഡിഡിൻ ഫെയിൽ, ഹി ആക്ച്വലി പാസ്ഡ് ദ ടെസ്റ്റ്. അവൻ പരാജയപ്പെട്ടില്ല, അവൻ എന്ത് ചെയ്തു? എക്സാം അല്ലെങ്കിൽ ടെസ്റ്റ് പാസ്സായി. ആക്ച്വലി ദിസ് റോഡ് ഈസ് ഷോർട്ടർ ദാൻ ദ അതർ വൺ. മറ്റേ വഴിനേക്കാൾ എളുപ്പം ഈ വഴി വരുന്നത് തന്നെയാണ്, അല്ലെങ്കിൽ ഈ വഴി മറ്റേതിനേക്കാൾ ഷോർട്ടാണ്, നീളം കുറഞ്ഞതാണ്, എളുപ്പമാണ്. ചിൽഡ്രൻ ക്യാൻ അഡാപ്റ്റ് ക്വിക്ക്ലി ടു ന്യൂ സ്കൂൾ. കുട്ടികൾക്ക് പുതിയ സ്കൂളിലേക്കൊക്കെ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനോട് പൊരുത്തപ്പെടാൻ, താതാത്മ്യം പ്രാപിക്കാനൊക്കെ കുട്ടികൾക്ക് സാധിക്കും. ആനിമൽസ് അഡാപ്റ്റ് ടു ഡിഫറെൻറ്റ് ക്ലൈമറ്റ്സ് ഓവർ ടൈം. പല സമയങ്ങളിലായിട്ട് വരുന്ന വ്യത്യസ്തമായ കാലാവസ്ഥയോടൊക്കെ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ മൃഗങ്ങൾ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ പൊരുത്തപ്പെടുന്നു. ഈ അഡാപ്റ്റ് എന്ന് പറഞ്ഞ വേർഡിന് മെയിനായിട്ട് പൊരുത്തപ്പെടുക എന്നുള്ളൊരു അർത്ഥമാണുള്ളത്. പിന്നെ മോഡിഫൈ ചെയ്യുക, അതിലുള്ളൊരു സിസ്റ്റം മാറ്റിയിട്ട് വേറൊരു സിസ്റ്റം റീപ്ലാൻ ചെയ്യാൻ. ദ കമ്പനി ഹാഡ് ടു അഡാപ്റ്റ് ഇറ്റ്സ് പ്ലാൻസ് ആഫ്റ്റർ ദ മാർക്കറ്റ് ചേഞ്ച്ഡ്. അത് ആ മാർക്കറ്റിൽ മാറ്റങ്ങൾ വന്നതിന് ശേഷം, തിരിച്ചടിയൊക്കെ വന്നതിന് ശേഷം കമ്പനിക്ക് എന്ത് ചെയ്തു? അതിൻ്റെ പ്ലാനുകളൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ ഒന്ന് മാറ്റേണ്ടി വന്നു. ഇവിടെ അഡാപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മോഡിഫൈ, അല്ലെങ്കിൽ പഴയ പ്ലാന് മാറ്റി പുതിയത് കൊണ്ടുവരിക എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെ ഒരു മീനിങ് കൂടി ഉണ്ട്. സം പ്ലാന്റ്സ് അഡാപ്റ്റ് ടു സർവൈവ് ഇൻ ഡെസേർട്സ്. ചില സസ്യങ്ങൾ മരുഭൂമിയിലൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റഡ് ആവുന്നു, അല്ലെങ്കിൽ പൊരുത്തപ്പെടുന്നു, അല്ലെങ്കിൽ അത് ശീലിക്കുന്നു. ഹി അഡാപ്റ്റഡ് ദ സ്റ്റോറി ഫോർ എ മൂവി. അവൻ സിനിമക്കായിട്ട് ഒരു നല്ല കഥ എന്ത് ചെയ്തു? തയ്യാറാക്കി. നെക്സ്റ്റ്, ആഡ് എന്ന് പറഞ്ഞൊരു വേർഡാണ് നമ്മൾ സാധാരണ മാത്സിലൊക്കെ യൂസ് ചെയ്യുന്ന അഡീഷൻ. പ്ലീസ് ആഡ് സം ഷുഗർ ടു ദ ടീ. ചായയിൽ കുറച്ച് പഞ്ചസാര ഇടും. ഇഫ് യു ആഡ് 4 and 6 യു ഗെറ്റ് 10. 4 6 കൂട്ടിയാൽ നിങ്ങൾക്ക് 10 കിട്ടും. ഷീ ആഡഡ് മിൽക്ക് ടു ദ കോഫി. അവൾ എന്ത് ചെയ്തു?
കോഫിയിൽ പാല് ചേർത്തു. ദ ടീച്ചർ ആഡഡ് മോർ എക്സാമ്പിൾസ് ടു ദ ലെസൺ. അധ്യാപകൻ പാഠത്തിൽ കൂടുതൽ ഉദാഹരണങ്ങൾ ചേർത്തു. മീൻസ് ലെസണുമായി ബന്ധപ്പെട്ട് കൂടുതൽ എക്സാമ്പിൾസ് ആഡ് ചെയ്തു. പ്ലീസ് ആഡ് യുവർ നെയിം ടു ദ ലിസ്റ്റ്. നിങ്ങളുടെ പേര് ദയവായിട്ട് ഈ പട്ടികയിൽ ചേർക്കുക. വൺ ഓഫ് ദ ബേസിക് ഓപ്പറേഷൻ ഇൻ മാത്തമാറ്റിക്സ്. കണക്കിലെ വളരെ അടിസ്ഥാനപരമായ ഒരു പ്രക്രിയയാണ്. ദ ടീച്ചർ ടോട്ട് അസ് അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ടുഡേ. കൂട്ടാനും കുറയ്ക്കാനും ടീച്ചർ ഞങ്ങളെന്ന് പഠിപ്പിച്ചു. അഡീഷൻ കൂട്ടുക, സബ്സ്ട്രാക്ഷൻ കുറയ്ക്കുക. ദ ന്യൂ റൂം ഈസ് എ ബ്യൂട്ടിഫുൾ അഡീഷൻ ടു ദ ഹൗസ്. ഈ പുതിയ മുറി നമ്മളെ വീട്ടിൽ പുതുതായിട്ട് ചേർക്കപ്പെട്ടതാണ്. ബ്യൂട്ടിഫുൾ, അവിടെ അഡീഷൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ ഇല്ലായിരുന്നു, നമ്മൾ പുതുതായിട്ട് ചേർത്തതാണ്. വീട്ടിൽ ഇപ്പോൾ അടുത്താണ് ഈ മുറി വന്നത്. ദ ന്യൂ റൂം ഈസ് എ ബ്യൂട്ടിഫുൾ അഡീഷൻ ടു ദ ഹൗസ്. വീട്ടിൽ മനോഹരമായിട്ട് നമ്മൾ ഈടെ ഉണ്ടാക്കിയൊരു സംഗതിയാണ് നമ്മളെ പുതിയ മുറി. ഇൻ അഡീഷൻ ടു വി ആൾസോ ഡിസ്കസ് ദ നെക്സ്റ്റ് പ്രോജക്റ്റ്. കൂടാതെ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതോടൊപ്പം ഇൻ അഡീഷൻ അതുകൂടാതെ അല്ലെങ്കിൽ കൂടുതലായി വി ആൾസോ ഡിസ്കസ്ഡ് നമ്മൾ ചർച്ച ചെയ്തു ദ നെക്സ്റ്റ് പ്രോജക്റ്റ്. അടുത്ത പ്രോജക്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ചർച്ച ചെയ്തു. ദ ഷെഫ് മെയ്ഡ് ആൻ അഡീഷൻ ഓഫ് സ്പൈസസ് ടു ഇംപ്രൂവ് ദ ടേസ്റ്റ്. രുചി കൂട്ടാൻ വേണ്ടിയിട്ട് ഷെഫ് എന്ത് ചെയ്തു, കുറച്ചും കൂടി സ്പൈസുകൾ, സ്പൈസി എന്നൊക്കെ പറയില്ലേ നമ്മൾ, മസാലകൾ എന്ത് ചെയ്തു, വർദ്ധിപ്പിച്ചു. അധ്യാപകൻ ഞങ്ങൾക്ക് കൂടുതൽ ഹോംവർക്ക് നൽകി. ദ ടീച്ചർ ഗെയ്വ് അസ് അഡീഷണൽ ഹോംവർക്ക്. സാധാരണ തരുന്നതിനേക്കാളും കുറച്ചും കൂടി അധികം തന്നു, അതുകൊണ്ട് അഡീഷണൽ ഹോംവർക്ക്. അതിഥികൾക്കായി കൂടുതൽ കസേരകൾ ആവശ്യമാണ്. വി നീഡ് അഡീഷണൽ ചെയർസ് ഫോർ ദ ഗസ്റ്റ്. അതിഥികൾക്ക് നമുക്ക് കൂടുതൽ കസേരകൾ വേണം. കമ്പനി കൂടുതൽ തൊഴിലാളികളെ നിയമിച്ചു. ദ കമ്പനി ഹയേർഡ് അഡീഷണൽ വർക്കേഴ്സ്. ഹയർ ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ ജോലിക്ക് എടുക്കുക. നമ്മൾ പരസ്യത്തിലൊക്കെ കാണുമല്ലോ, ഒരുപാട് ആളുകളെ ഹയർ ചെയ്തു. ദയവായി കൂടുതൽ വിവരങ്ങൾ നൽകുക. പ്ലീസ് പ്രൊവൈഡ് അഡീഷണൽ ഇൻഫർമേഷൻ. കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ ഇപ്പോൾ തന്നത് പോരാ, കൂടുതൽ വിവരങ്ങൾ തരണം. അവർ വീട്ടിൽ ഒരു കൂടുതൽ മുറി നിർമ്മിച്ചു എന്നല്ല. ദ ബിൽഡ് ആൻ അഡീഷണൽ റൂം ഇൻ ദ ഹൗസ് എന്ന് പറഞ്ഞാൽ അവർ പുതുതായിട്ട് റൂം വീട്ടിലുണ്ടാക്കി, അതാണ് അതിൻ്റെ അർത്ഥം. പ്ലീസ് റൈറ്റ് ഡൗൺ യുവർ അഡ്രസ് ഓൺ ദ ഫോം. ദയവായി നിങ്ങളുടെ അഡ്രസ്സ് ഒന്ന് ഈ ഫോമിൽ എഴുതും. ഐ സെൻഡ് എ ലെറ്റർ ടു ഹിസ് അഡ്രസ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ അവൻ്റെ അഡ്രസ്സിലേക്ക് ഒരു കത്തയച്ചു. ഷീ ചേഞ്ച്ഡ് ഹർ ഹോം അഡ്രസ് ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം അവൾ അവളുടെ വിലാസം മാറ്റി. ഹോം അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ വീട്ട് അഡ്രസ്സ്, അത് മാറ്റി. ദ പ്രസിഡൻറ്റ് ഗേവ് എൻ അഡ്രസ് ടു ദ നാഷൻ. പ്രസിഡൻറ്റ് രാജ്യത്തോട് ഒരു പ്രസംഗം നടത്തി. ഇവിടെ ഗിവൻ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരാൾ അഭിമുഖീകരിക്കുക, സംസാരിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. ഐ ഡോണ്ട് നോ ഹിസ് ഇമെയിൽ അഡ്രസ്. അവൻ്റെ ഇമെയിൽ ഐ ഡി എനിക്കറിയില്ല. ദ ടീച്ചർ അഡ്രസ് ദ സ്റ്റുഡൻസ് ഇൻ ദ ഹാൾ. ഓക്കെ, അധ്യാപകൻ കുട്ടികളെ എന്ത് ചെയ്തു, ഹാളിലുള്ള കുട്ടികളെ അഭിസംബോധന ചെയ്തു, അവരോട് സംസാരിച്ചു, അവരെ അഡ്രസ്സ് ചെയ്തു. ദ മാനേജർ അഡ്രസ് ദ പ്രോബ്ലം ക്വിക്ക്ലി. മാനേജർ പെട്ടെന്ന് ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു. ഇവിടെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ പ്രശ്നത്തെ എന്ത് ചെയ്യുക, അഭിമുഖീകരിക്കുക. ദ മാനേജർ അഡ്രസ്ഡ് ദ പ്രോബ്ലം ക്വിക്ക്ലി. പെട്ടെന്ന് മാനേജർ ആ പ്രശ്നം എന്ത് ചെയ്തു, അഡ്രസ്സ് ചെയ്തു, അഭിമുഖീകരിച്ചു, അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ ശ്രമിച്ചു. ഷീ അഡ്രസ്ഡ് ദ ലെറ്റർ ടു ഹെർ ഫ്രണ്ട്. അവൾ തൻ്റെ സുഹൃത്തിന് എന്ത് ചെയ്തു, കത്ത് അയച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. കത്ത് അയച്ചു എന്നല്ല, ആ സുഹൃത്തിൻ്റെ അഡ്രസ്സൊക്കെ എഴുതി സെറ്റാക്കി വെച്ചു. ദ പ്രസിഡൻറ്റ് വിൽ അഡ്രസ് ദ നാഷൻ ടുനൈറ്റ്. ഇന്ന് രാത്രി നമ്മുടെ പ്രസിഡൻറ്റ് നമ്മളോട് സംസാരിക്കും, അല്ലെങ്കിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. സോറി. വി മസ്റ്റ് അഡ്രസ് ദിസ് ഇഷ്യൂ ഇമ്മീഡിയറ്റ്ലി. ഈ പ്രശ്നം നമ്മൾ ഇപ്പോൾ തന്നെ എന്താക്കണം, പരിഗണിക്കണം, അല്ലെങ്കിൽ അഭിമുഖീകരിക്കണം. വി മസ്റ്റ് അഡ്രസ് ദിസ് ഇഷ്യൂ ഇമ്മീഡിയറ്റ്ലി. ഒരു വേർഡിൻ്റെ വ്യത്യസ്ത കോണ്ടെക്സ്റ്റുകളുടെ മീനിങ് ആണ് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ. ഇനി റൂം സ്പേസ്. ദ റൂം ഹാസ് അഡ്വക്കേറ്റ് സ്പേസ് ഫോർ 10 people. 10 ആൾക്കാർക്ക് താമസിക്കാൻ മാത്രം മതിയോളം എന്തുണ്ട്, സ്ഥലം ഈ റൂമിലുണ്ട്. അഡ്വക്കേറ്റ്. ഷി ഹാസ് അഡ്വക്കേറ്റ് നോളജ് ടു കംപ്ലീറ്റ് ദ ടാസ്ക്. ആ പണി ചെയ്യാൻ വേണ്ടത്ര വിവരമൊക്കെ ഓക്കുണ്ട്. ദ ഹോസ്പിറ്റൽ പ്രൊവൈഡ്സ് അഡ്വക്കേറ്റ് മെഡിക്കൽ കെയർ. മതിയായ വൈദ്യസഹായമൊക്കെ ഈ ആശുപത്രിയിലുണ്ട്, ആശുപത്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മേക്ക് ഷുവർ യു ഗെറ്റ് അഡ്വക്കേറ്റ് സ്ലീപ്പ് എവറി നൈറ്റ്.
എല്ലാ രാത്രിയും ഒരു ആവശ്യമായ ഉറക്കം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, നിങ്ങൾ ഉറപ്പ് വരുത്തണം. ദ ഫുഡ് വാസ് അഡ്വക്കേറ്റ് ഫോർ എവ്രി വൺ അറ്റ് ദ പാർട്ടി. പാർട്ടികളിൽ എല്ലാവർക്കും ഫുഡ് തികഞ്ഞിരുന്നു, എല്ലാവർക്കും വേണ്ടുവോളം ഫുഡ് ഉണ്ടായിരുന്നു, മതിയായിരുന്നു. അഡ്ജസ്റ്റ്, ചെയർ അഡ്ജസ്റ്റ്മെൻറ്റ്. ചെയർ, പ്ലീസ് അഡ്ജസ്റ്റ് ദ ചെയർ ടു എ കംഫോർട്ടബിൾ ഹൈറ്റ്. കസാര ഒരു ഇരിക്കാൻ പറ്റിയ കംഫർട്ടബിളായ ഒരു ഹൈറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യൂ, സെറ്റ് ചെയ്യൂ. ഗ്ലാസസ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഹി അഡ്ജസ്റ്റഡ് ഹിസ് ഗ്ലാസസ് ബിഫോർ റീഡിങ് ദ ബുക്ക്. പുസ്തകം വായിക്കുന്നതിന് മുമ്പ് അദ്ദേഹം തൻ്റെ കണ്ണട സെറ്റാക്കി, അഡ്ജസ്റ്റ് ചെയ്തു. സ്കെഡ്യൂൾ അല്ലെങ്കിൽ ഷെഡ്യൂൾ അഡ്ജസ്റ്റ്മെൻറ്റ്. യു നീഡ് ടു അഡ്ജസ്റ്റ് യുവർ ഷെഡ്യൂൾ അല്ലെങ്കിൽ സ്കെഡ്യൂൾ ടു ഫിനിഷ് ദ വർക്ക്. ജോലി പൂർത്തിയാക്കാൻ വേണ്ടി നിങ്ങളുടെ ഒരു സമയക്രമം എന്താവണം, അഡ്ജസ്റ്റ് ചെയ്യണം അതിനനുസരിച്ച്. നെക്സ്റ്റ്, ന്യൂ ഇറ്റ് ടുക്ക് മീ ടൈം ടു അഡ്ജസ്റ്റ് ടു ദ ന്യൂ എൻവയോൺമെൻറ്റ്. പുതിയ പരിസരത്തോട് പൊരുത്തപ്പെടാൻ എനിക്ക് സമയമെടുത്തു. ഇറ്റ് ടുക്ക് മീ ദ ടൈം ടു അഡ്ജസ്റ്റ് ടു ദ ന്യൂ എൻവയോൺമെൻറ്റ്. നേരത്തെ പറഞ്ഞ അഡാപ്റ്റാണ് അവിടെ കുറച്ചുകൂടി നല്ലൊരു വേർഡ്. നമ്മൾ ഈ വേർഡ് മനസ്സിലാക്കാൻ വേണ്ടി അഡ്ജസ്റ്റ് ആക്കിയ. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, കണ്ണാടി അഡ്ജസ്റ്റ് ചെയ്യൂലേ. ഷീ അഡ്ജസ്റ്റഡ് ദ മിറർ വൈൽ ഡ്രൈവിംഗ്. വണ്ടി ഓടിക്കുന്നതിനിടെ കണ്ണാടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചു. സ്കൂൾ റൂൾ അനൗൺസ്മെൻറ്റ്. ദ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ അനൗൺസ്ഡ് എ ന്യൂ റൂൾ. സ്കൂളിലുള്ള ബോഡി അല്ലെങ്കിൽ സ്കൂൾ ഭരണ സംവിധാനം എന്ന് പറഞ്ഞാൽ സ്കൂൾ തന്നെ, അവർ പുതിയൊരു നിയമം കൊണ്ടുവന്നു അല്ലെങ്കിൽ പ്രഖ്യാപിച്ചു. ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് വെരി എഫിഷ്യൻറ്റ്. ആശുപത്രിയുടെ കാര്യനിർവഹണം അല്ലെങ്കിൽ അത് നോക്കി നടത്തൽ വളരെ എഫക്റ്റീവായിട്ട് കാര്യക്ഷമമായി നടന്നു പോകുന്നുണ്ട്. ഷീ വർക്ക്സ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഭരണനിർവഹണ അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് അവൾ വർക്ക് ചെയ്യുന്നത്. ദ ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് സെർവ് ദ പീപ്പിൾ. നമ്മളുടെ സർക്കാർ ഭരണ സംവിധാനങ്ങൾ ജനങ്ങളെ സേവിക്കാനുള്ളതാവണം, അതാണ് അവരുടെ ഡ്യൂട്ടി. ഗുഡ് അഡ്മിനിസ്ട്രേഷൻ ഹെൽപ്സ് ആൻ ഓർഗനൈസേഷൻ ഗ്രോ. നല്ല ഒരു ഭരണ സംവിധാനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാര്യനിർവഹണ വിഭാഗം നല്ലതാണെങ്കിൽ അത് എന്താകുന്നു, ഹെൽപ്സ് ദ ഓർഗനൈസേഷൻ ഗ്രോ. അത് ആ ഒരു സ്ഥാപനത്തെ വളരാൻ സഹായിക്കുന്നു. ഷീ വർക്ക്സ് ഇൻ ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്. അവൾ ഒരു ഭരണകാര്യ ഓഫീസിൽ ജോലി ചെയ്യുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഹി ഹാസ് മെനി അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റീസ്. അവന് നിരവധി ഭരണപരമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. ദ സ്കൂൾ ഹാസ് അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട്. സ്കൂളിന് ശക്തമായിട്ടുള്ള ഒരു ഭരണകാര്യ പിന്തുണയുണ്ട്. വർക്ക് റിക്വയർസ് ഗുഡ് ഓർഗനൈസേഷൻ. അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് റിക്വയർസ് ഗുഡ് ഓർഗനൈസേഷൻ സ്കിൽസ്. ഭരണപരമായ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിന് നല്ല ഒരു സംഘാടക കഴിവ് വേണം. ദ ഡിസ്കസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലംസ് ഇൻ ദ മീറ്റിംഗ്. അവരെന്ത് ചെയ്തു, നമ്മുടെ ഭരണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കാര്യനിർവഹണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ യോഗത്തിൽ ചർച്ച ചെയ്തു. ഐ അഡ്മയർ ഹെർ കൊറേജ് ആൻഡ് ഹോണസ്റ്റി. ഞാൻ അവളുടെ ധൈര്യവും സത്യസന്ധതയൊക്കെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. മെനി പീപ്പിൾ അഡ്മയർ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫോർ ഹിസ് ഹാർഡ് വർക്ക്. പല ആളുകളും ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തെ വല്ലാതെ ബഹുമാനിക്കുന്നു അല്ലെങ്കിൽ ആദരിക്കുന്നു. വി സ്റ്റുഡ് ഓൺ ദ ഹിൽ ടു അഡ്മയർ ദ ബ്യൂട്ടിഫുൾ സൺസെറ്റ്. ഞങ്ങൾ മനോഹരമായ സൂര്യാസ്തമയം ആസ്വദിക്കാൻ എന്ത് ചെയ്തു, കുന്നിൻ്റെ മുകളിൽ തന്നെ അല്ലെങ്കിൽ മലയിൽ തന്നെ നിന്നു. ഇവിടെ അഡ്മയർ ദ സൺസെറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സൂര്യാസ്തമയം അപ്രകൃതിൻ്റെ ഭംഗി ആസ്വദിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഷീ അഡ്മയർസ് ഹെർ ടീച്ചർ വെരി മച്ച്. അവൾ തൻ്റെ അധ്യാപകനെ വളരെ ഒരുപാട് എന്താക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ഐ റിയലി അഡ്മയർ പീപ്പിൾ ഹു ഹെൽപ്പ് അതേഴ്സ്. മറ്റുള്ള ആളുകളെ സഹായിക്കുന്ന ആളുകൾക്ക് എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. ഇനി ദേ ഡിസൈഡഡ് ടു അഡോപ്റ്റ് എ ബേബി. അവർ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. ദത്തെടുത്തു എന്ന് മാത്രം, ദേ ഡിസൈഡഡ് അവർ തീരുമാനിച്ചു ടു അഡോപ്റ്റ് എ ബേബി, ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ. ഷീ അഡോപ്റ്റഡ് എ ന്യൂ ടീച്ചിങ് മെത്തേഡ്. നേരത്തെ പറഞ്ഞ അഡാപ്റ്റ് ആട്ടോ, ഇത് അഡോപ്റ്റാണ്.
അവൾ ഒരു പുതിയ പഠന രീതി എന്ത് ചെയ്തു, സ്വീകരിച്ചു. ഒരു മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക. വി ഷുഡ് അഡോപ്റ്റ് ഹെൽത്തി ഹാബിറ്റ്സ്. നമ്മൾ ശരിക്കും ആരോഗ്യപരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ശീലങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കണം, നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. ദ കമ്പനി അഡോപ്റ്റഡ് മോഡേൺ ടെക്നോളജി. കമ്പനി ആധുനിക സാങ്കേതിക വിദ്യ അതൊക്കെ എന്ത് ചെയ്തു, കമ്പനി അഡോപ്റ്റ് ചെയ്തു അല്ലെങ്കിൽ സ്വീകരിച്ചു. സോറി. ഹി വാസ് അഡോപ്റ്റഡ് ബൈ എ കൈൻഡ് ഫാമിലി. ഒരു നല്ല കരുണയുള്ള ദയുള്ളൊരു കുടുംബമാണ് അവനെ ദത്തെടുത്തത്. പൊതുവെ കോമൺ ആയിട്ട് അഡോപ്റ്റ് എന്ന് പറഞ്ഞ വെർബിന് ദത്തെടുക്കുക എന്നുള്ളൊരർത്ഥമാണ്. അല്ലാതെ പിന്നെ നമ്മളൊരു സംഗതിയെ നമ്മൾ സ്വീകരിക്കുക, നമ്മളിലേക്ക് ചേർക്കുക എന്നുള്ള അർത്ഥമാണ് വേറൊരു മീനിങ് അഡോപ്റ്റിന്. ഓക്കെ, ഇനി എന്താണ്, ഷീ ഗോട്ട് അഡ്മിഷൻ ടു എ ഫേമസ് യൂണിവേഴ്സിറ്റി. നമുക്കൊരു പ്രശസ്ത സർവകലാശാല അഡ്മിഷൻ കിട്ടി. ദ ഹോസ്പിറ്റൽ റിഫ്യൂസ്ഡ് അഡ്മിഷൻ ഡ്യൂ ടു ലാക്ക് ഓഫ് ബെഡ്സ്. കിടക്കൻ്റെ എണ്ണം കുറവായതിനാൽ ആശുപത്രികൾ എന്ത് ചെയ്തു, ആ പ്രവേശനം നിഷേധിച്ചു. സോറി. ഞായറാഴ്ചകളിൽ പബ്ലിക് അത് അഡ്മിഷൻ ടു ദ പാർക്ക് ഈസ് ഫ്രീ ഓൺ സൺഡേസ്. ഞായറാഴ്ച എന്താണ്, പാർക്കിൽ പ്രവേശനം ഫ്രീ ആണ്. ഹി മെയ്ഡ് ആൻ അഡ്മിഷൻ ഓഫ് ഹിസ് മിസ്റ്റേക്ക്. ഇവിടെ ഐ അഡ്മിറ്റഡ് മൈ മിസ്റ്റേക്ക് എന്ന് പറയും. ഞാൻ എൻ്റെ തെറ്റ് സമ്മതിച്ചു. ഇപ്പോൾ ഹി മെയ്ഡ് ആൻ അഡ്മിഷൻ ഓഫ് ഹിസ് മിസ്റ്റേക്ക്. അവൻ്റെ തെറ്റ് സമ്മതിച്ചു. സ്വയം തെറ്റ് സമ്മതിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഐ അഡ്മിറ്റ് മിസ്റ്റേക്ക് എന്നൊക്കെ യൂസ് ചെയ്യാം. ഞാൻ എൻ്റെ കോളേജ് പ്രവേശന ഫലത്തിനായി കാത്തിരിക്കുക. ഓക്കെ, ഐ ആം വെയിറ്റിംഗ് ഫോർ മൈ കോളേജ് അഡ്മിഷൻ റിസൾട്ട്. കോളേജ് അഡ്മിഷൻ റിസൾട്ടിന് ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, ദ ഹോസ്പിറ്റൽ അഡ്മിറ്റഡ് ദ പേഷ്യൻ്റ് ഇമ്മീഡിയറ്റ്ലി. ആശുപത്രിയിൽ രോഗിയെ എന്ത് ചെയ്തു, പെട്ടെന്ന് പ്രവേശിപ്പിച്ചു. നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയെന്നറിയല്ലോ. ഷി വാസ് അഡ്മിറ്റഡ് ടു ദ കോളേജ് ലാസ്റ്റ് ഇയർ. അവൾ കഴിഞ്ഞ വർഷം കോളേജിൽ പ്രവേശിക്കപ്പെട്ടു. സോറി. നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ കോൺഫസ് അല്ലെങ്കിൽ തെറ്റ് സമ്മതിക്കാനുള്ള ഒരു മീനിങ് ഈ അഡ്മിറ്റിനുണ്ട്. ഹി അഡ്മിറ്റഡ് ഹിസ് മിസ്റ്റേക്ക്. അവൻ്റെ തെറ്റ് സമ്മതിച്ചു. ദ ടീച്ചർ അഡ്മിറ്റഡ് ദാറ്റ് ദ ക്വസ്റ്റ്യൻ വാസ് ഡിഫിക്കൽട്ട്. ചോദ്യം ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എന്ത് ചെയ്തു, അധ്യാപകൻ എന്ത് ചെയ്തു, സമ്മതിച്ചു. സോറി. An adult should take responsibility for their action. ഒരാൾക്ക് പ്രായപൂർത്തിയായിട്ടുണ്ടെങ്കിൽ അയാളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കാര്യങ്ങൾക്കും അയാൾ ചെയ്യുന്നതിനേക്കാൾ ഉത്തരവാദിത്തം അയാൾ തന്നെ ഏറ്റെടുക്കണം. ഓൺലി അഡൽട്ട്സ് ആർ അലൗഡ് ടു എൻ്റർ ദിസ് ഏരിയ. പ്രായപൂർത്തിയായ ആളുകൾക്ക് മാത്രമേ ഇവിടെ പ്രവേശിക്കാൻ അനുവാദമുള്ളൂ. ഹി ബിക്കേം ആൻ അഡൽട്ട് അറ്റ് ദ ഏജ് ഓഫ് 18. 18 വയസ്സായപ്പോൾ തന്നെ അവൻ എന്തായിട്ടുണ്ട്, പ്രായപൂർത്തിയായിട്ടുണ്ട്. ദ മൂവി ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ അഡൽട്ട്സ് ആൻഡ് ചിൽഡ്രൻ ടുഗദർ. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുമിച്ച് കാണാൻ പറ്റിയതല്ല. ആസ് ആൻ അഡൾട്ട് ഷീ മേക്സ് ഹെർ ഓൺ ഡിസിഷൻ. ഒരു പ്രായപൂർത്തിയായ വ്യക്തി എന്നുള്ള നില അവളുടെ കാര്യങ്ങളൊക്കെ അവൾ സ്വന്തം തീരുമാനിക്കുന്നു. ദിസ് ഈസ് ആൻ അഡൾട്ട് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ഇത് മുതിർന്നവർക്കുള്ള ഒരു വിദ്യാഭ്യാസ പരിപാടിയാണ്. ദ മൂവി കണ്ടെയ്ൻസ് അഡൾട്ട് കണ്ടന്റ്. ഈ സിനിമയിൽ മുതിർന്ന ആളുകൾക്ക് കാണാനുള്ള കണ്ടന്റ് ആണുള്ളത്. ചെറിയ പിള്ളേരൊന്നും കാണാൻ പാടില്ല. ഹി ഹാസ് ആൻ അഡൾട്ട് വോയിസ് നൗ. ഇപ്പം അവന് എന്തായിട്ടുണ്ട്, പ്രായപൂർത്തിയൊക്കെ ആയിട്ടുണ്ട്. ചെറിയ കുട്ടിയല്ല, അഡൾട്ട്. അവന് പ്രായപൂർത്തിയായ ശബ്ദമുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. ഹി ഹാസ് ആൻ അഡൾട്ട് വോയിസ് നൗ എന്ന് പറഞ്ഞാൽ അവനിപ്പോൾ വലുതായിട്ടുണ്ട്. സാധാരണ ചെറിയ കുട്ടിയാകുമ്പോൾ പറയും പോലെയല്ല, പറയുന്നതൊക്കെ നമ്മൾ പരിഗണിക്കണം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. ഹി ഹാസ് ആൻ അഡൾട്ട് വോയിസ് നൗ. സോറി. ദേ ഡിസ്കസ്ഡ് അഡൾട്ട് റെസ്പോൺസിബിലിറ്റീസ്. എന്തൊക്കെയാണ് ഒരു മുതിർന്ന വ്യക്തികളുടെ അല്ലെങ്കിൽ പ്രായപൂർത്തിയായ ആളുകളുടെ അവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ അവർ ചർച്ച ചെയ്തു. ഷീ ജോയിൻ ആൻ അഡൽട്ട് ട്രെയിനിങ് കോഴ്സ്. മുതിർന്നവർക്കുള്ള ഒരു ട്രെയിനിങ് കോഴ്സിൽ അവളെന്ത് ചെയ്ത് പങ്കെടുത്തു. ഇനി ഓക്കെ, ടെക്നോളജിക്കൽ പ്രോഗ്രസ്. ദ കമ്പനി ഹാസ് മെയ്ഡ് ഗ്രേറ്റ് അഡ്വാൻസസ് ഇൻ ദ ടെക്നോളജി. സാങ്കേതികവിദ്യയിൽ കമ്പനി ഒരുപാട് മുന്നോട്ട് പോയി, ഒരുപാട് പുരോഗതി കൈവരിച്ചു. ഷീ ഗേവ് മി ആൻ അഡ്വാൻസ് ബിഫോർ സ്റ്റാർട്ടിങ് ദ വർക്ക്. ജോലി തുടങ്ങുന്നതിന് മുമ്പ് അവൾ എന്ത് ചെയ്തു, എനിക്കൊരു അഡ്വാൻസ് പേയ്മെൻറ്റ് നൽകി. ദ ആർമി മെയ്ഡ് എ ക്വിക്ക് അഡ്വാൻസ് ടുവേർഡ്സ് ദ ബോർഡർ. അതിർത്തിയിലേക്ക് സൈന്യം പെട്ടെന്നൊരു ആക്രമണം നടത്തി അല്ലെങ്കിൽ പെട്ടെന്നൊരു മുന്നേറ്റം നടത്തി. ദർ ഹാസ് ബീൻ ആൻ അഡ്വാൻസ് ഇൻ ദ മെഡിക്കൽ സയൻസ്. മെഡിക്കൽ സയൻസിൽ എന്താണ് വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ട്.
ഹി ആസ്ക്ഡ് ഫോർ ആൻ അഡ്വാൻസ് ഓൺ ഹിസ് സാലറി. അവൻ തൻ്റെ ശമ്പളത്തിൽ എന്ത് ചെയ്തു? അഡ്വാൻസ് ചോദിച്ചു. ഓക്കെ, നെക്സ്റ്റ്. എക്സ്പീരിയൻസ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഇൻ ദിസ് ജോബ്. ഈ ജോലിയിൽ എക്സ്പീരിയൻസ് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് കൂടുതൽ പ്രയോറിറ്റി ലഭിക്കും. ഷി ഹാഡ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഗുഡ് എഡ്യൂക്കേഷൻ. അവൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബെനിഫിറ്റ് അവൾക്ക് എല്ലാ സ്ഥലത്തും കിട്ടിയിട്ടുണ്ട്. അല്ല, അതിൻ്റെ ഒരു ഗുണം ഉണ്ടായിരുന്നു. സോറി. അവർ ടീം ഹാസ് ദ അഡ്വാൻറ്റേജ് ഇൻ ദ മാച്ച്. മത്സരത്തിൽ നമ്മളെ ടീമിനാണ് മുൻതൂക്കം, നമ്മൾക്കാണ് കൂടുതൽ എഡ്ജ് ഉള്ളത്. ലിവിങ് നിയർ ദ സ്കൂൾ ഈസ് ആൻ അഡ്വാൻറ്റേജ്. സ്കൂളിൻ്റെ അടുത്ത് തന്നെ ജീവിക്കുക, വീട് സ്കൂളിൻ്റെ അടുത്താന്നുള്ളത് നമുക്കൊരു എക്സ്ട്രാ ബെനിഫിറ്റാണ്, ഒരു അഡ്വാൻറ്റേജ് ആണ്. സ്കൂളിലേക്ക് പോകാനൊക്കെ എളുപ്പമായിരിക്കും. ഹി യൂസ്ഡ് ഹിസ് ഹൈറ്റ് ആസ് ആൻ അഡ്വാൻറ്റേജ് ഇൻ ബാസ്കറ്റ് ബോൾ. നല്ല ഹൈറ്റുള്ള ആളായിരുന്നു, അതുകൊണ്ട് തന്നെ ബാസ്കറ്റ് ബോളിൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയി, ഒരു ക്വാളിറ്റി ആയി, ഒരു ബെനിഫിറ്റായിട്ട് യൂസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ഓക്കെ.